2011 ബജാജ് ഡിസ്കവർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി ഒരു 5000 രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ 5000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത് ബാക്കി ഡീറ്റെയിൽസ് കൂടെ കേട്ടിട്ട് വേണം നിങ്ങൾ തയ്യാറെടുക്കാം. 5000 രൂപയ്ക്ക് വേണ്ടി ലാഭം തന്നെയാണ്. ഇതിനകത്തുള്ള പ്രശ്നം ഇതാണ്, ഈ RC ഓണർ കുറച്ച് പ്രായം ചെന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പർക്ക് ഞാൻ ഇത് ലോണൊക്കെ ക്ലോസ് ചെയ്ത വണ്ടിയാണ്. അതിൻ്റെ ഒരുപാട് കാലം മുമ്പ് ലോൺ ക്ലോസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ OTP കൊടുത്താൽ അതിൻ്റെ NOC കിട്ടുള്ളൂ. അതിവിടെ തന്നെ ബജാജ് ഫിനാൻസിൻ്റെയാണ്. അവരോട് ചെല്ലുമ്പോൾ അവർ OTP പറഞ്ഞു കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മൂപ്പരെ വിളിച്ചു, RC ഓണറെ തന്നെ വിളിക്കുമ്പോൾ മൂപ്പർക്ക് OTP ഒന്നും പറഞ്ഞുതരാൻ അറിയുന്നില്ല. മൂപ്പർ വീട് ഇവിടെ അടുത്തെവിടെയാണ് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ്. അപ്പോൾ മൂപ്പരോട് OTP വാങ്ങി NOCയും കൈപ്പറ്റുകയും വേണം. പിന്നെ എന്താണ്, അപ്പം പിന്നെ ഇത് RC ട്രാൻസ്ഫർ ചെയ്യാനുണ്ടാവും. ആ പൈസ കൂടെ കാണേണ്ടി വരും, ഇൻഷുറൻസ് കൊടുക്കേണ്ട. ഇത് നല്ല എഞ്ചിനൊക്കെ നല്ല പെർഫെക്റ്റ് എഞ്ചിനാണ്. ഞാൻ ബാറ്ററി വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററി ഇറങ്ങിപ്പോയി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം കത്തിച്ച് നോക്കി, വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. 2026 ലാസ്റ്റ് വരെ പേപ്പർ വാലിറ്റി ഉണ്ട്. ഇനി അഥവാ ഇതിനൊന്നും പറ്റാത്തവരാണെങ്കിൽ നല്ല എഞ്ചിനായിട്ട് തന്നെ സ്പെയർ പാർട്സ് തന്നെ ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരുമോ. കാരണം ഇങ്ങനെ വെച്ചാൽ RC ട്രാൻസ്ഫർ ചെയ്യാതെ വണ്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പെയർ പാർട്സ് ആയിട്ട് വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് അതിന് ഉള്ളൊരു വില കെട്ടിയിട്ട് അങ്ങനെ കൊടുക്കാം. ഇത് 5000 രൂപ ഞാൻ ടോട്ടലി ഞാൻ ചോദിക്കുന്നുള്ളൂ. സ്പെയർ പാർട്സ് ആകുമ്പോൾ അത്രയല്ല, നമുക്ക് ആ പാർട്സിൻ്റെ വില എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. മൊത്തം വീഡിയോ കേട്ടിട്ട് താല്പര്യമുള്ളവർക്ക് വന്ന് വണ്ടി ഓടിച്ച് നോക്കുക. സെൽഫിൽ ആവുന്നില്ല, ഈ ബാറ്ററി കണക്ട് ചെയ്യേണ്ടി വരും. ഒരു വയർ വെച്ച് കുത്തി പിടിച്ചാൽ സ്റ്റാർട്ടാവും. കോഴിക്കോട് രജിസ്ട്രേഷനിൽ നടന്ന വണ്ടിയാണ്. 2026 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 2010 നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പുതിയ ഫ്രണ്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതാണ്. ഒന്ന് ഓടിച്ച് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് കൊണ്ടുവച്ചാണ്. എനിക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ. അപ്പോൾ പെട്ടെന്ന് 5000 രൂപ എന്ന് പറയുമ്പോൾ കുറേ പേര് മെസ്സേജ് ചെയ്യും. സാധാരണ 5000 രൂപയ്ക്കൊരു നഷ്ടമുള്ളൊരു കാര്യമല്ല. ഇതാണ് ഒരു കുറച്ച് പൈസ കൊണ്ട് എൻ്റെ അപ്പുറത്ത് കാണേണ്ടി വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേറെ വണ്ടി എടുക്കുന്നതിൽ ലാഭം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം, അതും ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, വേണമെങ്കിൽ സ്പെയർ പാർട്സ് ആയിട്ട് എഞ്ചിൻ മാത്രമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് കോഴിക്കോട് മലാപ്പറമ്പ് HR യൂസ്ഡ് കാറിലാണ്. നമ്മൾ കാറുകളുമായിട്ട് പൊതുവേ ഞാൻ 2 വീലർ എക്സ്ചേഞ്ച് ചെയ്യാറില്ല, പിന്നെ അപൂർവം ചില കേസുകൾ വരുമ്പോൾ എടുക്കും. അങ്ങനെ വന്നതാണ്. താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്.